ഈ മരത്തെ വ്യാപ്തി, ഇതിൻ്റെ ആയത്തിൻ്റെ വ്യാപ്തി, ഇത്രയും വലിയ വലിയ തടിമരങ്ങളൊക്കെ ഒലിച്ചു വന്ന് ഇത്രയും ശക്തിയോടെ ഒലിച്ചു വന്നിട്ടുണ്ട്. ഇത്രയും മണ്ണിടിയുണ്ടാവും അല്ലേ? ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച നോക്ക്. മരങ്ങളെല്ലാം വന്നിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നത്, മുറിഞ്ഞു വീണിട്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ നില കംപ്ലീറ്റ് നോക്ക്. ഒരു ഓട്ടുപാത്രവും കാര്യങ്ങളും, മരങ്ങൾ എത്ര ശക്തിയിൽ വന്ന് പതിച്ചതായിരിക്കും. കല്ലുകളെല്ലാം നോക്ക്. ഞാൻ നേരത്തെ അപ്പുറത്തുനിന്ന് കാണിച്ചൊരു വ്യൂ ആണ് ഇപ്പുറത്തുനിന്ന് കണ്ട്. ഇപ്പുറത്തുള്ള ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടോ? നന്നായിട്ട് വന്ന കല്ലുകൾ. ഏത് ഈ വീടോ? ഈ വീടിനൊന്നും പറ്റിയില്ല. ഇത് ശരിക്ക് നമ്മള് ഒരു കോറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കല്ലുണ്ടാവൂല. ആ വീടിന്റെ ഉള്ളിൽ ചളി കയറിക്കള്ളു അല്ലേ? മൊത്തമൊക്കെ പോയി. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് വണ്ടികൾ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുടിക്കാൻ പോലും രക്ഷപ്പെട്ടു പോവുകയില്ലല്ലോ. അത്രയും കല്ലല്ല വന്നതിന്റെ പിന്നാലെ വന്ന് അടിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നടുവിൽ കൂടെ സെന്ററിൽ കൂടെ പുഴ ഉണ്ടായിരുന്നു, ചെറുതാ. എന്താ അതിന്റെ പേര്? ആടെ ഒഴുകുന്നല്ലേ? അപ്പൊ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ദിശ മാറി വന്നാ. ഏകദേശം ഒരു എത്ര 50ഓ 100ഓ അത്ര ആൾക്കാരെല്ലാം മരണപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ. 300 സംതിങ്ങാ. പക്ഷെ ഒരുപാട് കൈയില്ലാത്തതും കാലില്ലാത്തല്ലോ മണ്ണിന്റെ അടിയിൽപ്പെട്ടു തന്നെ. ഈ കല്ലിന്റെ ഉള്ളിൽ നിന്നൊന്നും രക്ഷപ്പെട്ട് പോരാനാകില്ലല്ലോ. ആർക്ക് പൊന്തിക്കാൻ പറ്റുക? JCB ഇങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഇത്രയും കല്ല് മാറ്റിയിട്ടിട്ട് പോകണ്ടേ? ഒരു കല്ലും മാറ്റാനാവില്ല. ഒരു ചെറിയൊരു കല്ല് നമ്മളെ കാലുമേൽ വന്ന് വീണാൽ തന്നെ എത്ര വേദന ഉണ്ടാവും, എത്ര കാര്യങ്ങളുണ്ടാവും. ഇത് രാത്രിയല്ലേ സംഭവിച്ചേ? അതിൽ ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാരെല്ലാം എങ്ങോട്ട് ഓടാനാ? ജീവനും കൊണ്ട് ഓടാൻ പറ്റില്ല. അത്രയും വെള്ളവും ശക്തിയിലല്ല വന്ന്. ദൈവത്തിൻ്റെ ഓരോ കളികള്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു ഉരുള് പൊട്ടലും ഇങ്ങനെ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല.